ഹലോ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. നമ്മൾ രാവിലെ എണിച്ച് നിസ്കാരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കിച്ചണിൽ ഞാൻ വന്ന് ഫാത്തിമ മുന്നേ എന്നെ പിണ്ടിയെല്ലാം ആക്കിയിട്ട് വെച്ചിട്ടുണ്ടോ ഓരോ നാഷ്ടം. ഇത് എൻ്റെ ഡയറ്റിൻ്റെ ഭാഗമായിട്ട് ഞാൻ റാഗി ഇഡ്ഡലി ഉണ്ടാക്കി ചട്നി ഉണ്ടാക്കി ആക്കിയിട്ട് ഞാൻ കഴിച്ചു. രാവിലെ തന്നെ ജീരവെള്ളം കുടിച്ചു, ബദാം കഴിച്ചു, അത്തിപ്പായം കഴിച്ചു. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇഡ്ഡലി കുറച്ച് ഉറങ്ങിയിട്ട് ഇഡ്ഡലിയും ചട്നിയും കഴിച്ചു. ഇപ്പോൾ ചോറ് കഴിക്കാനില്ല, ഡയറ്റിങ് ആയതുകൊണ്ട് ചോറ് കഴിക്കാനില്ല. ഉച്ചക്ക് സലാഡ് തിന്നും. സലാഡ് എല്ലായിട്ട് സലാഡ് ഉണ്ടാക്കും, അതെല്ലാം ഞാൻ കാണിക്കുന്നുണ്ട് എനിക്ക്. പിന്നെ 2 മുട്ട, പിന്നെ രാത്രി എന്തെങ്കിലും ഒരു പഴമോ എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് ഉറങ്ങും. പിന്നെ നമുക്ക് ബസളയും ഇട്ടിയും കറി വെക്കാമെന്ന് ഇരിച്ചിട്ടുണ്ട്. പിന്നെ മാഞ്ചി ഫ്രൈ ആക്കാം. അങ്ങനെ കുറച്ച് മുളകെല്ലാം അരച്ചിട്ട് മാഞ്ചിനെ മുറിച്ചിട്ട് ക്ലീനെല്ലാം ആക്കിയ പിന്നെ ഞാനതിനെ പരട്ടിയിട്ട് വെച്ച് ഒരു സൈഡ്. പിന്നെ ബസളയും വേളയും വേവാൻ വെച്ചിട്ട് അത് വെന്തതിന് ശേഷം ഇട്ടിട്ട് അത് ഇട്ടിയും വെന്തതിന് ശേഷം കായ അരച്ചിട്ട് ഇട്ടി. അത് എല്ലാവർക്കും അറിയുന്നതല്ലേ. തേങ്ങയും മുളകും പിന്നെ മല്ലിയും മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും ഇട്ടിട്ട് അരച്ചിട്ട് അതിനെ കൂട്ടി ഇതിലേക്ക് മിക്സ് ചെയ്ത് ഓർക്ക് ചോറ് ഉണ്ടല്ലോ, ഓർക്ക് ചോറിന് എല്ലാം ഞാൻ റെഡിയാക്കിയിട്ട് പിന്നെ ജിമ്മിന് പോകുന്നത്. ഇത് എൻ്റെ ഫുഡ് ഡയറ്റിങ്ങിൽ സലാഡ് ആക്കുന്നത്. ഒരു കക്കിരിക്ക എടുത്ത്, പിന്നെ ഒരു ജോളം എടുത്ത്, പിന്നെ ഒരു ആപ്പിൾ എടുത്ത്, പിന്നെ വെളുത്ത കടല ഉണ്ടല്ലോ അത് കുറച്ച് വേവിച്ചിട്ട് ഇതിൽക്കിട്ട്, പിന്നെ കുറച്ച് ഉപ്പും ചെറുപുളി കുറച്ച് പിഴിഞ്ഞിട്ട് ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് ഇടും. ഇട്ടിട്ട് 2 മുട്ടയും വേവിച്ച് തിന്നും ഞാൻ. ഉച്ചക്ക് ഫുൾ വേറെ ആകുന്നുണ്ട്, നല്ല ആകുന്നുണ്ട്. കട്ടടയിട്ട് മക്കളെ ഇപ്പോൾ രാത്രി വലിയ ഒരു ഇതാക്കുന്നില്ല. ലൈറ്റ് ഫുഡ് എന്തെങ്കിലും ഒരു പഴവ എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് കിടക്കും. ചെറുനാരങ്ങ ഒരു 4 ഡ്രോപ്സ് വിത്തിരിക്കും. ഇത് പകുതിൻ്റെ ഹാഫ് ഞാൻ ഇതിൽ ഇട്ടത്. അങ്ങനെ ഞാൻ കഴിക്കുന്നുണ്ട്. മക്കളെ, നിങ്ങൾ വരുന്നുണ്ടാ മക്കളെ? പിന്നെ മോന് വന്ന് വൈകുന്നേരം ആകുമ്പോൾ മോൻ വന്ന് ഐശ്വര്യയുടെ എല്ലാം വലിച്ച് താഴെ ഇടുന്നുണ്ട്. പിന്നെ രാത്രിക്ക് ഞാൻ നൂഡിൽസ് ആക്കി മക്കൾക്ക്. ഞാനെന്ത് കഴിക്കുകയില്ല ഇതൊന്നും. ചിക്കൻ ഫ്രൈ തിന്നിട്ടുണ്ട്. പിന്നെ ചിക്കൻ ഫ്രൈ കണ്ടാലെന്തണക്ക് മനസ്സ് വരുന്നില്ല, കഴിക്കാത്ത തിന്നാതെ മനസ്സ് വരുന്നില്ല. പിന്നെ ഓർക്ക് ഞാൻ നൂഡിൽസ് ഉണ്ടാക്കി, ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി. എനിക്ക് ഡയറ്റ് എന്ന് പറഞ്ഞിട്ട് മക്കൾക്ക് കൊടുക്കാത്തത് ഇരിക്കുന്നില്ല, ഞാൻ എല്ലാം ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പകുതി ഉള്ളി എടുത്ത്, വലിയ ഉള്ളി,
പിന്നെ ക്യാപ്സിക്കം ഒന്ന് ഫുൾ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുന്നുണ്ട്. ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, നിർബന്ധമൊന്നുമില്ല. പിന്നെ മുട്ട ഒന്ന് ചിക്കിയിട്ട് വെച്ചിട്ടുണ്ട്, പിന്നെ ചിക്കൻ ഫ്രൈ ആക്കിയിട്ടുണ്ട്, പിന്നെ ഇത് ചില്ലി ഫ്ലേക്സ് ഇടുന്നുണ്ട് കുറച്ച്, പിന്നെ സോസുകളെല്ലാം ഇടുന്നുണ്ട്, സോയാ സോസും ടൊമാറ്റോ സോസെല്ലാം ഇടുന്നുണ്ട്. കുറച്ച് പഞ്ചസാര ഇടണം, പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇടണം. ചിക്കന് ഫ്രൈ ആക്കിയത് ചെറിയ ചെറിയ കഷ്ണാക്കിയിട്ട് ഇട്ട് ചിക്കിയിട്ടുള്ള നമ്മൾ മുട്ട ഉണ്ടല്ലേ ചിക്കി വെച്ചത്, അതും ഇട്ട് മുട്ട ഫ്രൈ ആക്കിയതും. പിന്നെ നമ്മൾ വേവിച്ച ഇത് ന്യൂഡിൽസ് അതിനെ ഇട്ട്. ന്യൂഡിൽസ് വേവിക്കാൻ എല്ലാവർക്കും അറിയാമല്ലേ. കുറച്ച് വെള്ളം ഒഴിച്ച് എനിക്ക് എണ്ണ ഒഴിച്ചിട്ട് തിളക്കുമ്പോഴേക്ക് ന്യൂഡിൽസ് ഇട്ടിട്ട് പിന്നെ തണുത്ത വെള്ളത്തിൽ കഴുകി എടുക്കുന്നത് നല്ലതാണ്, നല്ല ടേസ്റ്റാണ് അങ്ങനെ ആക്കി തണുത്ത വെള്ളത്തിൽ കഴുകിയെങ്കിൽ. പിന്നെ ഇങ്ങനെ 2 കയ്യിൽ പിടിച്ച് ഇങ്ങനെ തിരിമറി വെക്കണം. പിന്നെ മക്കളെല്ലാം കഴിക്കാനിരുന്ന് നല്ല ടേസ്റ്റായിട്ടുണ്ടെന്ന് മക്കളെല്ലാം പറഞ്ഞ്. അങ്ങനെ ഓറല്ല ഫാത്തിമയും നെയ്മും നബീലും എല്ലാം കഴിച്ചിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും കുറച്ച് ബിസിയെല്ലാം പറഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ട് സംസാരിച്ച് എല്ലാവരും പിന്നെ എല്ലാവരും ഉറങ്ങാൻ പോയി. ഓരോ റൂമിൽ പോയിട്ട് എല്ലാവരും ഉറങ്ങി. പിന്നെ വൈകുന്നേരം ഒരു അബിൽ മിൽക്ക് ആക്കിയിട്ടുണ്ട്, അത് വീഡിയോ മിക്സായി. അത് ഇടയ്ക്കിടയ്ക്ക് ഫാത്തിമക്ക് അബിൽ മിൽക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ മക്കളെ ഫ്രണ്ട്സുമാരെല്ലാം രാത്രി വന്നിട്ടുണ്ടായിന്. ഓക്കെ ബൈ.